അതായത് നിറത്തിന്റെ തമിഴ് പ്രകാശ് ക്യാരക്ടർ. കറക്റ്റ്. അതൊക്കെ കാരണം ഇപ്പോഴും ഞാനിപ്പോ സുരേഷ് ചേട്ടന്റെ മോളുടെ കല്യാണത്തിന് പോയപ്പോഴും കമൽ സാറൊക്കെ കെട്ടിപ്പിടിച്ച് ചില ആൾക്കാർ നമ്മളെ കാണുമ്പോൾ മാറി നിൽക്കും. കാരണം എന്താ വെച്ചോ, ഇവൻ എൻ്റെ അടുത്തൊന്ന് ചാൻസ് ചോദിക്കുമോ എന്ന് പേടി. അപ്പൊ ഞാനെന്ത് ചെയ്യും, ഞാൻ എൻ്റെ ഡ്യൂട്ടി ബൗണ്ടാണ്. കാരണം ഇത്ര സീനിയേഴ്സ് ആകുമ്പോൾ നമ്മള് ജസ്റ്റ് പോയി നമ്മളൊന്ന് വിഷ് ചെയ്യും, അത്രേ ഉള്ളൂ. മനസ്സുകൊണ്ട് നമുക്കും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണ് അവരെ കാണുമ്പോൾ. കാരണം പിന്നെ ഒരു തവണ വിഷ് ചെയ്യും, പിന്നെ രണ്ടാമത്തെ തവണ മൈൻഡ് ചെയ്യില്ലെങ്കിൽ ഞാനും മൈൻഡ് ചെയ്യില്ല. അവർ മുമ്പ് ചെയ്യുന്നാലും ഞാൻ മൈൻഡ് ചെയ്യില്ല. കാരണം നമ്മൾ അത്ര മോശമൊന്നുമല്ല. കാരണം ചില ആക്ടേഴ്സ് ഉണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് റെസ്പെക്ട് കൊടുത്താൽ മൈൻഡ് ചെയ്യില്ല. നമ്മള് ഒരു തവണയും കൂടെ നമ്മൾ അങ്ങോട്ടേക്ക് റെസ്പെക്ട് കൊടുക്കും, പിന്നെ മൈൻഡ് ചെയ്യില്ല. പിന്നെ ഞാൻ അയാളുടെ മുമ്പിൽ പോയി നിൽക്കും, ഞാൻ മൈൻഡ് ചെയ്യില്ല ആളെ. രസം അത്. കാരണം നമ്മളെ നോക്കിയിട്ട് ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവന്റെ പ്രോബ്ലം, എന്റെ പ്രോബ്ലം അല്ല. മനസ്സിലായി? ഇപ്പൊ ചില ആക്ടേഴ്സിനെ ഞാൻ കരുതി, എനിക്ക് നല്ല ഫ്രണ്ട്സ് ആരും ഇല്ല. ചില ആക്ടേഴ്സ് കെട്ടിപ്പിടിച്ചിട്ട് എന്താടാ നീ എത്ര നാളെ നീ എന്നെ വിളിച്ചോ. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് വിളിച്ചോടനെ, എടാ അടുത്ത പടത്തിന് എനിക്കൊരു വേഷം എനിക്ക് ചെയ്തു തരണം. ഒരു യങ്സ്റ്റർ ആട്ടോ, തീർച്ചയായിട്ടും. പക്ഷെ ഈ പടത്തിലൊന്നും ഇല്ലടാ, സത്യയുടെ ഒന്നുമില്ല. പിന്നെയും 6 മാസം കഴിയുമ്പോൾ അവനെ കാണും, നീ എന്താണ് എന്നെ വിളിക്കാത്ത? ഇവിടെ അടുത്ത പടത്തിൽ വേഷം എനിക്ക് ഇവിടെ ഉറപ്പായിട്ടും. പിന്നെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അയാളോട് ചോദിക്കും, എടാ നീ എന്താ എന്നെ വിളിക്കാത്ത? അത് രസമാ, നമ്മളെ കണ്ണിന് കണ്ണു കൊടുക്കുന്ന. കാരണം വേറൊന്നുമല്ല, അയാൾ എൻ്റെ അടുത്ത് നോർമൽ പ്ലെയിൻ ആയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അയാൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നു, എടാ നീ എന്താണ് എത്ര നാളായടാ. നമ്മൾ ഒരുമാതിരി തേക്കുമ്പോൾ നമ്മൾ തിരിച്ച് ഹെവി ബംഗാളി തേപ്പ് കൊടുക്കും. അതാണ് കാരണം ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ സക്സസ് എല്ലാവരുടെ അടുത്തും വരുന്നൊരു ഫോർമുലയല്ല. നമ്മൾ ആ ഫോർമുല നേടിയെടുക്കാൻ അവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമുക്കതിന്റെ ഭാഗമാകാനേ പറ്റും. ഇപ്പോൾ ഇത് മനസ്സിൽ തട്ടിയാണ് ഒരുപാട് പറഞ്ഞതെന്നറിയാം. ഇതുപോലത്തെ ഇൻസിഡൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ബാക്ക് സ്റ്റാബിംഗ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിക്ടിം ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ എന്തെങ്കിലും? ഞാൻ വിക്ടിം ആയിട്ടൊന്നും ആളൊന്നുമല്ല. ഞാൻ അതിനെ ബാക്ക് സ്റ്റാബ് ചെയ്ത എനിക്ക് പ്രശ്നമൊന്നുമല്ല. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ തുടക്കമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് കേരളം വിട്ട ആളാണ്. ഞാൻ കേരളം വിട്ടെത്തിയിട്ട് ആൾക്കാർ പറയില്ലേ, നമ്മൾ ഇവിടെ ഒരു സ്ഥലം വിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോകും. ഞാൻ വേറൊരു സ്ഥലത്ത് പോയി. ഞാൻ മനസ്സിൽ, കാരണം ഞാൻ എന്തായാലും ഞാൻ ജനിച്ച് വീണത് സിനിമയിൽ മാത്രമല്ല, എനിക്കൊരു കൈത്തൊഴിലും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന സമയത്തെ നമ്മൾ മൊത്തത്തിൽ ഈ ആൾക്കാർ നമ്മളെ ചോദിക്കും, ഏതാണ് അടുത്ത പടം ചോദിക്കും. ഇപ്പം ദുബായിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ എപ്പോഴാണ് തിരിച്ചു പോകുന്നത്, അതായത് ആൾക്കാർ ലീവിന് ഒരു ജോലി വേണ്ടി എപ്പോഴാണ് നീ ജോലിക്ക് പോകുന്നില്ലേ ചോദിക്കുന്നത്. അപ്പൊ നമുക്കിതൊരു ഭയങ്കര പ്രോബ്ലം ആയിട്ട് വരികയാണ് ചോദിക്കുമ്പോൾ. അപ്പൊ ഞാൻ ഇത് ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ പതുക്കെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അപ്പൊ കുറച്ച് നാളെ ഞാൻ മാറിയിരുന്നു, ഒരു 2-3 വർഷം. കംപ്ലീറ്റ് ബ്രേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് വർക്കൗട്ട് ആവുന്നില്ല. നാട് വിട്ടു എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ ഇവിടെ നേരെ ഡൽഹിയിലോട്ട് പോയി. ഡൽഹിയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കന്ന് ഹിന്ദിയൊന്നും അറിയില്ല. അവിടെ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി. ഞാനൊരു സാധാരണക്കാരനായിട്ട് ഞാൻ കയറിയത്, ഞാനൊരു കുക്കായിട്ടാണ് കയറിയത്, ഹെൽപ്പറായിട്ട്. അവിടുന്ന് കാര്യങ്ങളൊക്കെ, അവിടുത്തെ ഫുഡ് പഠിക്കുകയല്ല, ഇവിടെ തൊലിക്കട്ടി എന്ന് പറഞ്ഞ സാധനം പഠിച്ചു, ജീവിക്കാൻ പഠിച്ചു. എനിക്ക് അന്ന് ഇല്ലാത്ത കൊണ്ട്, ഇപ്പൊ ആൾക്കാർ പറയുന്നത് ഇവന് ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല പോയത്. കാരണം നമുക്ക്, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്, നമുക്ക് ചില ജീവിതങ്ങളിൽ കുറച്ച് ഫ്രസ്ട്രേഷൻ വരുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ റൂട്ട് തെറ്റി ഡ്രഗ്സോ മദ്യപാനം, ഞാൻ വേറൊരു ആംഗിളിൽ അതിനെ ഫൈറ്റ് ചെയ്തു. ഞാൻ വേറൊരു ആംഗിളിന് അതിനെ ചെയ്തു. തിരിച്ചു വന്നപ്പോൾ കുറച്ച് കരുത്തുള്ളൊരു മനുഷ്യനായി. മറ്റേതാകുമ്പോൾ ഭയങ്കര ഇളവായിരുന്നു ശരിക്കും പറഞ്ഞു. സോ ടെൻഡർ, ഞാൻ ഭയങ്കര വിഷമിക്കും. ഇപ്പം ബോധടല്ല. അപ്പം അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഇപ്പോഴും ഞാൻ ചാൻസ് ചോദിക്കും, ഇപ്പോഴും ആൾക്കാരുടെ അടുത്തും ചോദിക്കും. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു നല്ലൊരു നടനുണ്ട്, നല്ലൊരു മനുഷ്യനാണ്, സൈജു കുറുപ്പ്.
അത്രയും ജെന്യൂൻ ആയിട്ടുള്ള ആള്. കാരണം ഞാൻ അവനെ പോലും വിളിച്ച് ചോദിക്കും, പക്ഷെ അവൻ പറയൂ കേട്ടോ, എടാ ഇതിലുണ്ടാവും, അടുത്തിട്ട് നോക്കാം. നമുക്ക് അങ്ങനത്തെ 1-2 പേര് കുറച്ച് ജെന്യൂൻ ആൾക്കാർ വേറെ അവൻ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവരൊക്കെ ആയിട്ടുള്ള ഒരു അദ്ദേഹം ശരിക്കും കഷ്ടപ്പെട്ട് വന്നൊരാളാട്ടോ. അദ്ദേഹം ഈ ലെവലിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടെന്ന് വെച്ചാൽ അദ്ദേഹവും നന്നായി പഠിച്ചിട്ട് ആളാണ്, പക്ഷെ അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് ഈസ് എ ബെറ്റർ ആക്ടർ ദാൻ മീ. ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് ആക്ടറാണ്. ഞാൻ ജനിച്ച നല്ല സൂപ്പർ ബോൺ ആക്ടർ, ഞാൻ ചെയ്താണല്ലോ പഠിക്കുന്നത്. അപ്പൊ അതായിരുന്നു എൻ്റെ ഒരു ഞാൻ ഇതിനെ ഹാൻഡിൽ ചെയ്തൊരു സിറ്റുവേഷൻ. ഈ ആക്ടിങ് വിട്ടിട്ട് ഡൽഹിയിൽ പോയി ജീവിതം പഠിച്ചു വന്നു എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ ആ ഒരു കൈത്തൊഴിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, കുക്കിംഗ്. അത് ആയത്തമാക്കിയതാണ് ഈ കുക്കിംഗ്. അത് ഇതിന്റെ ഒരു താളം നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. കാരണം ഇത് അധികം നാള് നമ്മൾ വിചാരിച്ച ലെവലിൽ എത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഫാദറിന് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് എറണാകുളത്ത്. അന്നത്തെ കാലത്ത് നന്നായിട്ട് പോകുന്നൊരു റെസ്റ്റോറൻ്റാണ്. അവിടെ നിന്ന് തന്തൂർ എന്നാണ് പറയുക. അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ച് അപ്പോൾ അവിടുത്തെ ആദ്യം ചപ്പാത്തി പരത്താൻ പഠിച്ചു, പിന്നെ പൊറോട്ട ഉണ്ടാക്കി, വീച്ച് പൊറോട്ട ഉണ്ടാക്കി. ഇപ്പോൾ ദൈവം സഹായിച്ച് നാളെ ഒരു ബിരിയാണി കട ഇട്ടാലും 10 കിലോ ബിരിയാണി സ്വന്തമായിട്ട് ഉണ്ടാക്കാം, കണ്ണടച്ചുണ്ടാക്കാം. അപ്പം നമുക്കൊരു സ്റ്റാൻഡ് ബൈ വേണം. ഞാൻ അന്നത്തെ കാലത്ത് ഒരു ഡബിൾ MBA എടുത്തിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വിട്ടു പോയേനെ. പക്ഷെ ഈ സിനിമാ മോഹം കൊണ്ട് നിൽക്കാൻ പഠിക്കേണ്ട സമയത്താണ് സിനിമയിലേക്ക് കയറി. അതൊരു വലിയ റിഗ്രറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. എൻഡ് ഓഫ് ദി ഡേ എഡ്യൂക്കേഷൻ ഒരു മസ്റ്റ് ആണ്. ഇന്നത്തെ കാലത്ത് തന്നെ നമ്മളിപ്പോ സിനിമയിൽ കയറുന്ന ആൾക്കാരൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബേസിക് എഡ്യൂക്കേഷൻ ഗ്രാജുവേഷൻ വരെയുള്ളത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ്. പിന്നെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞു എൻ്റെ. പക്ഷെ ഞാൻ സിനിമയല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഗ്രാജുവേറ്റ് ലെവലിലോട്ട് പോയത്, വേറൊരു പ്രൊഫഷനിൽ കുറച്ചും കൂടി ഒരു. പക്ഷെ ഇത് തന്നെ എനിക്ക് തെറ്റെന്ന് പറയാനില്ല. വളരെ സംതൃപ്തനാണ്. ദൈവം എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം. സിനിമയില് വേഷങ്ങളുണ്ട്, അത് മതി. ഇപ്പം ഈ ഹോട്ടൽ ബിസിനസിന്റെ കാര്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞു, ഫാദറിന്റെ ബിസിനസ്സിലേക്ക് താങ്കൾ കൂടി ആഡ് ചെയ്ത് വരികയായിരുന്നു അല്ലേ? ഇപ്പോൾ ആ ഒരു ഹോട്ടൽ ഓണർ, ഒരു റെസ്റ്റോറന്റ് ഓണർ എന്നുള്ള രീതിയിൽ ഹൗ ഡു യു ഫീൽ, ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ? അതായത് ഞാനിപ്പോ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, ഞെളിഞ്ഞു നിൽക്കാറുണ്ട്. കാരണം ഒരുപാട് പേര് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ തലകുനിഞ്ഞ് നടക്കണമെന്ന് ഒരു ഫീലിംഗ് എനിക്ക് തന്നെ ഞാൻ തോന്നാറുണ്ട്. നമ്മുടെ ഉള്ളിൽ ഞാൻ ആലോചിച്ചു, എനിക്കൊരു ടാഗ് ഉണ്ട്. ആ ടാഗ് ഉള്ള അത്രയും കാലം എന്തുകൊണ്ട് ഞാൻ ഒപ്പത്തിനൊപ്പം നടന്ന എന്താ കുഴപ്പം? അപ്പം ഞാൻ വളരെ എന്താ പറയുന്ന, ഐ എം വെരി ഹാപ്പി. എനിക്ക് ഇത്രയും പേർക്ക് ഒരു ഫേം ഉണ്ട്, ഇത്രയും പേരെ നോക്കുന്നുണ്ട്, ഇത്രയും പേർക്ക് ആഹാരം നമ്മൾ വിളമ്പാനുള്ളൊരു അനുഗ്രഹം ദൈവം തന്നു, അന്നലക്ഷ്മി ദൈവം എനിക്ക് അനുഗ്രഹിച്ചു. അതിൻ്റെ സന്തോഷമുണ്ട്. മലയാളത്തിലും അന്യഭാഷയിലുമെല്ലാം നമുക്ക് ഏറെ സുപരിചിതനായ താരമാണ് നടൻ കൃഷ്ണ. ഒരു സമയം കഴിഞ്ഞപ്പോൾ സിനിമയിൽ അധികം വേഷങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ പോലും വിജയ്ക്കൊപ്പമുള്ള നിരവധി സിനിമകളിൽ കൃഷ്ണയെ നമ്മൾ കണ്ടിട്ടുണ്ട്. നെപ്പോളിയൻ എന്ന മലയാള സിനിമയിൽ ബാലതാരമായിട്ടാണ് 14-ാം വയസ്സിൽ കൃഷ്ണ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. 1997 ഭാനുപ്രിയയ്ക്കൊപ്പം ഋഷി ശൃംഗൻ എന്ന ചിത്രത്തിലാണ് നായക വേഷത്തിൽ അദ്ദേഹം അരങ്ങേറിയത്. പിന്നീട് ദയ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. മഞ്ജു വാര്യരുടെ ഒപ്പം അഭിനയിച്ചു. 1990-കളുടെ അവസാനത്തിൽ അയാൾ കഥ എഴുതുകയാണ്, ഹരികൃഷ്ണൻസ്, ഇൻഡിപെൻഡൻസ്, വാഴുന്നോർ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഷാജഹാൻ എന്ന ഹിറ്റ് ചിത്രത്തിൽ വിജയ്ക്കൊപ്പം അഭിനയിച്ചത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ആലപ്പുഴക്കാരനാണ് അദ്ദേഹം. 2 മക്കളിൽ മൂത്തയാളാണ് കൃഷ്ണ. ഒരു വലിയ സിനിമാ ബന്ധം കൂടി അദ്ദേഹത്തിനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലളിത പത്മിനി രാഗിണി ത്രയത്തിലെ നടി ലളിതയുടെ ചെറുമകൻ കൂടിയാണ് കൃഷ്ണ. ഹൈക്കോടതിയിൽ അഭിഭാഷകയായ ശിഖയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ദമ്പതികൾക്ക് ശിവൻ എന്ന മകനും ഗൗരി എന്നൊരു മകളുമുണ്ട്. കൊച്ചിയിലാണ് ഇവർ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ തന്നെയുള്ള തന്തൂർ ചില്ലീസ് റെസ്റ്റോറന്റിന്റെ ഉടമ കൂടിയാണ് കൃഷ്ണ.